നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലെ ഒരു സൈക്കോ കില്ലറെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക്, എല്ലാവരുടെയും മനസ്സിലേക്കല്ല, പക്ഷെ ചിലരുടെ മനസ്സിലേക്കെങ്കിലും ഓടി വരുന്ന ഒരു കഥാപാത്രമാണ് രാക്ഷസൻ സിനിമയിലെ ക്രിസ്റ്റഫർ ദ റിയൽ സൈക്കോ കില്ലർ. പെൺകുട്ടികളെ തിരഞ്ഞു കണ്ടുപിടിച്ച് അതിക്രൂരമായി അവർ പിടയുന്നത് കണ്ട് രസിച്ച് അവരെ ഇഞ്ചിഞ്ചായി കൊന്നു തള്ളുന്ന സൈക്കോ കില്ലർ. ആ സിനിമ കണ്ടിട്ടുള്ള പലരുടെയും മനസ്സിൽ ക്രിസ്റ്റഫർ എന്ന സൈക്കോ കില്ലർ ഇപ്പോഴും ഒരു ഭീതി നിറച്ച് നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുകയായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു റിയൽ സൈക്കോ കില്ലറിനെ കുറിച്ചാണ്. സിനിമയിലെ സൈക്കോ കില്ലർ അല്ല, അമേരിക്കയിലെയും റഷ്യയിലെയും സൈക്കോ കില്ലർ അല്ല, നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു സൈക്കോ കില്ലർ. 2012 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ കേരളത്തിലെ കൊല്ലം നഗരത്തിൽ പേടി വിതച്ച സൈക്കോപതിക് സീരിയൽ കൊലയാളി മൊട്ട നവാസ്. മയക്കുമരുന്നിന് അടിമയായ മനോരോഗി. കൊല്ലം ജില്ലയിൽ 1966 മൊട്ട നവാസ് ജനിച്ചു. 1996 മുതൽ നവാസ് തന്റെ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടു. എന്താണ് ഇയാളുടെ കൊലപാതക രീതി, ആരെയൊക്കെ കൊലപ്പെടുത്തി, ഏത് രീതിയിലാണ് ഇയാൾ കൊന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. വൈകുന്നേരം 8 മണിക്ക് ഇയാൾ ഉറങ്ങാൻ പോകും. അർദ്ധരാത്രിയിൽ ഉറക്കമുണരും. രാത്രിയുടെ യാമങ്ങളിൽ കറങ്ങി നടന്ന് ആളുകളുടെ ജീവനെടുക്കും. 2012 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഇയാൾ കൊന്നൊടുക്കിയത് നിരവധി പേരെയാണ്. ഇയാളുടെ കൈപ്പിടിയിൽ പിടഞ്ഞത് നിരവധി ജീവനുകൾ. അതിൽ ആദ്യം പറയേണ്ടത് രാജശേഖരൻ എന്ന ഇരയെക്കുറിച്ചാണ്. ഒരു തണുപ്പുള്ള രാത്രിയിൽ രക്തത്തിൽ മുക്കി കൊല്ലം മുണ്ടയ്ക്കലിലെ രാജശേഖരനെ മൊട്ട നവാസ് കൊലപ്പെടുത്തി. ഈ സംഭവത്തിന് സാക്ഷികളൊന്നുമില്ല. നവാസ് ആ വർഷം ജയിലിലായി. 4 വർഷത്തിനു ശേഷം മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ഇയാൾ കുറ്റവിമുക്തനായി. രണ്ടാം തവണ, അതായത് 2007 കൊല്ലം കാരിക്കോടിൽ ഷമീറിനെ ഇയാൾ കൊലപ്പെടുത്തി. ആ സംഭവത്തിലും നവാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു. രാത്രിയിൽ കൊല്ലത്തിന്റെ തെരുവുകളിൽ ഉറങ്ങുന്ന ആളുകൾ, അവരായിരുന്നു ഇയാളുടെ ഇരകൾ. അവരെ ലക്ഷ്യമിട്ട് കൊല്ലുകയായിരുന്നു ഇയാളുടെ ഹരം. മൂർച്ചയേറിയ കനമുള്ള വലിയ പാറകൾ പോലുള്ള വസ്തുക്കൾ, ഇതാണ് ഇയാൾ കൊലപാതകത്തിനായി ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് 5 പേരെയാണ് ഇഞ്ചിഞ്ചായി മൊട്ട നവാസ് കൊലപ്പെടുത്തിയത്. ആദ്യത്തെ ആ 2 കൊലപാതകങ്ങൾ നടന്നത് 2012 ജൂൺ ആദ്യവാരത്തിലാണ്. ജൂൺ 6 SP ഓഫീസിന് കീഴിൽ ഉറങ്ങുകയായിരുന്ന 65 വയസ്സുകാരനെ നവാസ് കൊലപ്പെടുത്തി. നവാസിന്റെ അടുത്ത ഇര അപ്പുക്കുട്ടൻ ആചാരിയാണ്. ഒരു കടയുടെ വരാന്തയിൽ വെച്ച് അപ്പുക്കുട്ടൻ ആചാരിയെ കഴുത്തിൽ കുത്തി നവാസ് കൊലപ്പെടുത്തി. ഈ തെരുവ് മരണത്തിനു പിന്നിൽ നവാസ് ആണെന്ന് പോലീസ് സംശയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി അയാളെ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് പോലീസ് നടുക്കുന്ന മറ്റൊരു വിവരം അറിഞ്ഞത്. മൊട്ട നവാസ് ഒരു മാനസിക രോഗിയെ പോലെയാണ് പെരുമാറിയത് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ. അടുത്ത കൊലപാതകം കൂടി നടന്നപ്പോൾ പോലീസ് നവാസിനെ സംശയിച്ചു തുടങ്ങി. ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ആ കേസിൽ അറസ്റ്റിലായപ്പോഴായിരുന്നു നവാസ് മാനസിക വെല്ലുവിളി നേരിടുന്നതായി നടിച്ചത്. പോലീസ് അയാളെ തിരുവനന്തപുരത്ത് മാനസിക അഭയകേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഈ അഭയകേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച ഇയാളെ മനോരോഗ വിദഗ്ധർ പരിശോധിച്ചപ്പോൾ അയാൾ മാനസികമായി ആരോഗ്യവാനാണെന്ന് കണ്ടെത്തി ഇയാളെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ഇയാൾ ഡിസ്ചാർജ് ആയി എന്ന വിവരം അറിയാൻ പോലീസ് അല്പമൊന്ന് വൈകിപ്പോയി. ഈ ഡിസ്ചാർജ് ആയ സമയവും അതുപോലെ തന്നെ പോലീസ് ആ വിവരം അറിയാൻ വൈകിയതുമായ ഈ ഗ്യാപ്പിനിടയിൽ നവാസ് പുറത്തിറങ്ങി തന്റെ പണി തുടങ്ങി. ഡിസ്ചാർജ് കഴിഞ്ഞ ഉടൻ കൊല്ലത്തേക്ക് സൈക്കോ കില്ലർ എത്തി. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലത്തിനിടയിൽ തെരുവോരങ്ങളിൽ 3 മൃതദേഹങ്ങൾ. ജൂൺ 18 SP ഓഫീസ് ഫ്ലൈ ഓവർ 65കാരനായ ബോണ്ടൻ കുമാർ എന്നൊരാളെ നവാസ് തലയിൽ കല്ലുകൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തി. ഓഗസ്റ്റ് 3 ബസ്സിനുള്ളിൽ ഉറക്കത്തിലായിരുന്ന തങ്കപ്പൻ എന്ന വ്യക്തിയെ കൊലപ്പെടുത്തി. 18 ദിവസങ്ങൾക്ക് ശേഷം നവാസ് തന്റെ അവസാന ഇരയായ സർദാസനെ വരാണ്ടയിലെ ഒരു മുനിസിപ്പൽ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തി. ആദ്യ 2 കൊലപാതകങ്ങളിൽ മാനസിക രോഗി എന്ന പരിഗണന വച്ച് രക്ഷപ്പെട്ട ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം തന്നെ ചുമത്തി. ഒടുവിൽ നിരവധി അന്വേഷണങ്ങൾക്ക് ശേഷം കൊല്ലം ഈസ്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ വി സുഗതൻ, സബ് ഇൻസ്പെക്ടർ G ഗോപകുമാർ, മുതിർന്ന സിവിൽ പോലീസ് ഓഫീസർ പ്രസന്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ 2012 നവംബർ 2 നെഹ്റു പാർക്കിൽ നിന്ന് നവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നല്ലേ, വിചാരണ കാത്തിരിക്കുകയാണ് നവാസ്. അയാൾ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലാണ്. എന്തായാലും കേരളത്തെ നടുക്കിയ ഒരുപാട് സീരിയൽ കില്ലർമാരുണ്ട്. അതിൽ ഒരാൾ കൂടിയാണ് ഈ മൊട്ട നവാസ് എന്ന് പറയുന്ന സീരിയൽ കില്ലർ. തീർച്ചയായിട്ടും
അതിക്രൂരമായിട്ടാണ് ഇയാൾ ആൾക്കാരെ കൊലപ്പെടുത്തിയത്. മാത്രമല്ല ഇയാളുടെ ആ ഒരു രീതി, കൊലപാതക രീതി, അതുമാത്രമല്ല ആരെ തിരഞ്ഞെടുക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും വിചാരണ കാത്തു കിടക്കുകയാണ് മൊട്ട നവാസ് എന്ന സൈക്കോ കില്ലർ. അയാൾക്ക് എന്ത് ശിക്ഷ കിട്ടും എന്ന ചോദ്യം കേരളത്തിന് മുന്നിൽ നിൽക്കുകയാണ്.